കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ വകുപ്പുതല നടപടിക്ക് സാധ്യതയെന്നുകൂടി അറിയാൻ കഴിയുന്നു. സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെ നടപടിയുണ്ടായേക്കും. തെറ്റായ വിവരം സൂപ്രണ്ട് കൈമാറിയതിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അതൃപ്തിയുണ്ട്. കലക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് അപകട സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തും. നഷ്ടപരിഹാരം സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. അപകട സ്ഥലത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്കുണ്ട്. ജോസി ബാബു ചേരുകയാണ്. ജോസി, ഇന്നിപ്പോൾ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ആശുപത്രിയിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനാ റിപ്പോർട്ടിന് ശേഷമായിരിക്കുമോ വകുപ്പുതല നടപടിയൊക്കെ ഉണ്ടാവുക? ദിവ്യ, രാവിലെ തന്നെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ അപകട സ്ഥലത്ത് പരിശോധന നടത്തും. നേരിട്ടെത്തിയ കളക്ടർ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് കളക്ടർ അടിയന്തര റിപ്പോർട്ട് ഈ ധനസഹായം സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം സംബന്ധിച്ച് മുഖ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം ആ റിപ്പോർട്ടാണ് സമർപ്പിക്കുക. അതിനുശേഷമാണ് ഈ അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, രക്ഷാപ്രവർത്തനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വൈകൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും ഒരാഴ്ചക്കകം കലക്ടർ റിപ്പോർട്ട് നൽകുക. എന്തായാലും ഈ കർശനമായി ഈ സ്ഥലത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ വിലക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്കടക്കം ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ തരത്തിലുള്ള വിലക്ക് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആശുപത്രി അധികൃതരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ആ ജീവനക്കാരുടെയും അതോടൊപ്പം ഇപ്പോൾ താമസിക്കുന്ന ആശുപത്രിയിൽ കഴിയുന്ന രോഗികളുടെയും സുരക്ഷ മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നുള്ള വിശദീകരണമാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പുതല നടപടിക്കുള്ള സാധ്യത തെളിയുകയാണ്. ഇന്നലെ തന്നെ വൈകിട്ട് സൂപ്രണ്ട് TK ജയകുമാർ വാർത്താ സമ്മേളനം വിളിച്ച് ആദ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ മന്ത്രിമാർക്ക് നൽകിയതിൽ തന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, തനിക്ക് വാർഡിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളാണ് മന്ത്രിമാർക്ക് നൽകിയതെന്നുള്ള വിശദീകരണം നൽകിയിരുന്നു. ഈ സൂപ്രണ്ട് ജയകുമാറിനടക്കം ഇടപെടലുകളിൽ മന്ത്രിമാർക്കടക്കം കടുത്ത അതൃപ്തിയുണ്ട്. ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രിമാർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വലിയ രീതിയിൽ സർക്കാരിനും ആരോഗ്യവകുപ്പിനും നാണക്കേടുണ്ടാക്കി. ഈ അപകടം സംബന്ധിച്ച് ആശുപത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നുള്ളൊരു സമീപനമാണ് പിന്നീടുണ്ടായത്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളടക്കം ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ടത്തിലുണ്ടായ ഈ പ്രതികരണങ്ങൾ, മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ നടപടിക്ക് സാധ്യത തെളിയുന്നത്. അത് സൂപ്രണ്ട് അത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ മന്ത്രിമാർക്ക് നൽകിയതാണ് ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പുറത്തു പോകാൻ കാരണമെന്നുള്ളൊരു വിലയിരുത്തലാണ് അവലോകന യോഗത്തിലടക്കം ഉണ്ടായത്. മന്ത്രിമാർ ഈ അതൃപ്തി ഇന്നിപ്പോൾ അല്പസമയം മുൻപ് പ്രിൻസിപ്പൽ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരങ്ങൾ മന്ത്രിക്ക് കൈമാറി എന്നേ ഉള്ളൂ എന്നാണ്. ഇതേ നിലപാട് തന്നെയാണോ സൂപ്രണ്ടിനും? തീർച്ചയായും ഇന്നലെ വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ സൂപ്രണ്ട് ഇക്കാര്യം ആവർത്തിക്കുകയും വീഴ്ച തന്റെ മാത്രമാണെന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നത്തെ സ്ഥിതിഗതികൾ സംബന്ധിച്ചാണ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസിനോട് നമ്മൾ വിവരങ്ങൾ തേടിയത്. തിയേറ്റർ വാർഡിലേക്ക് ആളുകളെ മാറ്റുന്ന അടക്കമുള്ള കാലതാമസം സംബന്ധിച്ചൊക്കെ അടക്കം ആക്ഷേപങ്ങൾ ഉയർന്നൊരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത്. ഈ പൂർണ്ണമായും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങളെ ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് സർജിക്കൽ വാർഡിലാണ്. ഇന്നലെ രോഗികളെ ഇവിടേക്കാണ് മാറ്റിയത്. ഈ സർജിക്കൽ വാർഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും രോഗികളെ മാറ്റുന്നില്ല എന്നുള്ളൊരു രാഷ്ട്രീയമായ വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ആ കാര്യങ്ങളിലേക്ക് പ്രതിരോധം തീർക്കുകയാണ് പ്രിൻസിപ്പൽ. അദ്ദേഹം പറയുന്നത് സർജിക്കൽ വാർഡ് എന്ന നിലയിൽ വാർഡുകൾ മാത്രം സജ്ജമായ പോരാ, ഓപ്പറേഷൻ തിയേറ്റർ അടക്കം പൂർണ്ണമായും സജ്ജമാകേണ്ടതുണ്ട്. അതുകൊണ്ടുള്ള ഒരു കാലതാമസമാണ് ഉണ്ടായത്. പരമാവധി ആളുകളെ വേഗത്തിൽ മാറ്റാൻ സാധിച്ചു. ശുചിമുറിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അത് പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലായിരുന്നു എന്ന കാര്യമാണ് ഈ ആവർത്തിക്കുകയാണ് പ്രിൻസിപ്പളും ഈ വിഷയത്തിൽ. എന്തായാലും ആശുപത്രി വികസന സമിതി യോഗം ചേരുന്നത് സംബന്ധിച്ചുള്ള വിമർശനവും ഒരു ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. ആശുപത്രി വികസന സമിതി യോഗങ്ങൾ കൃത്യമായി ചേരുന്നില്ല, ആളുകളെ ആശുപത്രി വികസന സമിതി അംഗങ്ങളായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിവരങ്ങൾ അറിയിക്കുന്നില്ല എന്നുള്ള വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നു. ഒപ്പം ഈ വികസന സമിതി അംഗങ്ങൾ തന്നെ നേരിട്ടും പ്രതികരണങ്ങൾ നടത്തി. ആ വിഷയത്തിലും മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ പറയുന്നത് ഇത്തരത്തിൽ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആശുപത്രി വികസന സമിതിയല്ല, അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ആശുപത്രി വികസന സമിതികൾ ചർച്ച ചെയ്യുന്നത്. അത് ചേരുമ്പോൾ അത്തരം ആളുകളെയൊക്കെ വിളിക്കാറുണ്ട്. നേരെ മറിച്ച്
കെട്ടിട നിർമ്മാണം, സാമ്പത്തിക വകയിരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഭരണപരമായ ഇടപെടലുകൾ നടത്തുന്നതിന് തീരുമാനമെടുക്കുന്നതിനും ആശുപത്രി വികസന സമിതി അല്ലാതെ സർക്കാർ തലത്തിലാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അത്തരം ആക്ഷേപങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഒട്ടേറെ രോഗികൾ, സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രി ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇകത്തി കാണിക്കാനുള്ള ശ്രമങ്ങളെ വളരെ സങ്കടകരമാണ്. അപകടം ഏറെ എന്തായാലും ഇന്നലെ ഉണ്ടായ അപകടം അത് ആരോഗ്യ വകുപ്പിന് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ തലത്തിലുണ്ടായിട്ടുള്ള ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നതിലേക്ക് എത്തിച്ചേർന്നു. അതിന് കാരണമായത് സൂപ്രണ്ട് നൽകിയ വിവരങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ സൂപ്രണ്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പലും ഒക്കെ പറയുന്നത് ആദ്യഘട്ടത്തിൽ തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ മന്ത്രിക്ക് കൈമാറിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സൂപ്രണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ പ്രിൻസിപ്പലും അതേ രീതിയിൽ തന്നെയുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയത്. എന്തായാലും ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ആശുപത്രിയിലെത്തി എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷേ സൂപ്രണ്ടിനെതിരായ നടപടിയൊക്കെ, വകുപ്പ് തല നടപടിയൊക്കെ ഉണ്ടാവുക എന്നാണ്